ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുക്കിയാനോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ ഒരു സിമ്പിൾ നെക്ക്. ഇതൊരു സാധാരണ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ പേൾ കോട്ടൺ ത്രെഡാണ്. അതുപോലെ തന്നെ നമ്മുടെ എംബ്രോയിഡറി, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എംബ്രോയിഡറി നീഡിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഏകദേശം ഇവിടെ വരെ ഒരു 12 ഇഞ്ച് നമ്മൾ അകലത്തിലാണ് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മളിതുപോലെ കുറച്ച് ഡിസൈൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് നമ്മൾ മുകളിലോട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ പേൾ കോട്ടൺ ത്രെഡ് 2 ലെയറായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അറ്റത്ത് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ വരച്ച ആ ലൈൻസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ചില ഭാഗങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ ഫ്ലവറിനുള്ള ഭാഗം നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡോട്ട്സ് പോലെ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്നത്, അവിടെ ഇവിടെയായിട്ട്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ത്രെഡ് എടുത്തതിന് ശേഷം മറ്റൊരു പോയിൻ്റിൽ നിന്ന് ഇതുപോലെ കുത്തിയിട്ട് തിരിച്ച് നമ്മൾ നേരത്തെ കുത്തിയ ആ പോയിൻറ്റിന് അടുത്തോട്ട് തന്നെ വരിക. ഇതുപോലെ അതിനുശേഷം നമ്മൾ മറ്റൊരു നീഡിൽ എടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മൾ ഇവിടെ അതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ആ ഒരു നോട്ടിന് കുറച്ചും കൂടി ഒരു വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ത്രെഡ് ഇതുപോലെ പിടിച്ചിട്ട് മറ്റേ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ 2 നീഡിൽസ് നമ്മൾ ഒരുമിച്ച് ഇതുപോലെ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇത് തന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര നോട്ടാണോ വേണ്ടത് അതനുസരിച്ച് നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 6 നോട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എണ്ണിയാൽ കാണാൻ സാധിക്കും, 6 എണ്ണമാണ് ഇതിൽ വരുന്നത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ത്രെഡ് ഇല്ലാത്ത നീഡിലുണ്ടല്ലോ, അത് നമ്മൾ ഊരി മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു നീഡ് നമ്മൾ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. എന്നിട്ട് നമ്മളിതിങ്ങനെ ടൈറ്റാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴോട്ട് കുത്തി കൊടുക്കുക. ഇപ്പം നമ്മുടെ ചെറിയൊരു പെറ്റലാണ്, ഉള്ളിലത്തെ ചെറിയൊരു പെറ്റൽ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്തൊരു പെറ്റലും കൂടി നമുക്ക് ഉള്ളിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ നീഡിലെടുക്കുക. അപ്പോൾ ഞാൻ ഈ പെറ്റലിൻ്റെ തൊട്ടടുത്ത് കൂടെ തന്നെയാണ് അടുത്ത പെറ്റലിനുള്ള നീഡിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇവിടുന്ന് കുറച്ച് നീങ്ങിയിട്ട് ഈ പെറ്റലിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് നമ്മളിതുപോലെ കുത്തിയിട്ട് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ വീണ്ടും ഈ ഒരു വേറൊരു നീഡിലും കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ കുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിതുപോലെ പെറ്റൽസ് ഇങ്ങനെ ഇതുപോലെ നോട്ട്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലും എണ്ണം വരുന്നത് 6 എണ്ണം തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ നീഡിൽ ഊരിയെടുക്കുക.
നമ്മൾ 4 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. 1 2 3 4. അപ്പോൾ ഇനി ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 4ാമത്തെ പെറ്റലിൻ്റെ ബാക്കിൽ നിന്ന് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ പെറ്റലുണ്ടല്ലോ, ഈ ഒരു പെറ്റൽ, ഇതിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത്. ഇതുപോലെ ഉൾഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ്. പിന്നെ മുകളിൽ വരുമ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് കുറച്ച് സൈസ് കുറച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഒരു 3 പെറ്റലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ ലൈൻസ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ 2 ലെയറായിട്ട് നമ്മൾ ഇതുപോലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യം നീഡിലെടുക്കുക. അതിനുശേഷം നമ്മൾ തൊട്ടടുത്ത് ഇതുപോലെ കുത്തിയിട്ട് ഇങ്ങനെ കുറച്ച് നീക്കിയിട്ട് ഇതുപോലെ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ താഴെ കൂടെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നീഡിൽ വലിച്ച് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. അടുത്ത് നമ്മൾ കുത്തിയതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ വേണം എടുക്കാനായിട്ട്. വീണ്ടും ഇതുപോലെ താഴെ കൂടി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു നീഡിൽ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല ഡാർക്ക് ബ്ലൂ ഇത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടയിൽ 2 ഗ്രീനും ഡിഫറെൻറ്റ് കളേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ കളറിലും ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്.